ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 64-ാം അധ്യായത്തിലേക്ക് സുസ്വാഗതം. 64-ാം അധ്യായം നൃഗമോക്ഷം എന്നുള്ള കഥയാണ്. അതിൻ്റെ സാങ്കത്യം എല്ലാം വിസ്തരിച്ച് ഇന്നലെ കണ്ടു. ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ധർമ്മ ആചാര പ്രചരണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ സന്തതികളെ എങ്ങനെയാണ് അദ്ദേഹം അഭ്യസിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും, അതുപോലെ ബ്രഹ്മസ്വാപഹാരത്തിൻ്റെ പാപങ്ങൾ എത്രയാണ് എന്നുള്ളതും, ദത്താപഹാരം അത് എത്ര വലിയ ദോഷമാണ്, ദാനം ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ കുറേ ഭാഗം കണ്ടു. ഇതുവരെ കണ്ടത് 30-ാം ശ്ലോകം വരെ കണ്ടു. ഇനി ബാക്കി ഒരു 14 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അതാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും മുഴുവൻ വായിക്കാം. ഭഗവാൻ തൻ്റെ മക്കളെ ധർമ്മം ഉപദേശിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദോ ഭവനം രാജൻ ജഗ്മുർയദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനുഗതാദയഃ. ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തഃ പിപാസിതാഃ ജലം നിരുദഗേ കൂപേ ദദൃശുഃ സത്വമദ്ഭുതം. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുഃ തേ കൃപയാന്വിതാഃ. ചർമ്മജൈസ്താന്തവൈ പാശൈർബദ്ധ്വാ പതിതമർഭകാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായ ആചക്യുരുത്സുകാഃ. തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ വീക്ഷ്യോജ്ജഹാര വാമേന തം കരേണ സലീലയാ. സൗത്തമശ്ലോകകലാഭിമൃഷ്ടോ വിഹായ സദ്യഃ കൃകലാസരൂപം സന്തപ്തചാമീകരചാരുവർണ്ണഃ സ്വർഗി അദ്ഭുതാലങ്കരണംബരസ്രക. പപ്രച്ഛ വിദ്വാനഭിതന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ. കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. ദശാമി മാം വാ കതമേന കർമ്മണ സംപ്രാപിതോസി അതദർഹ സുഭദ്രാം. ആത്മാനമാക്യാഹി വിവിൽസതാം നോ യന്മന്യസേ നഃ ക്ഷമമത്ര വക്തും. ശ്രീശുക ഉവാച. ഇതി സ്മ രാജാ സംപൃഷ്ടഃ കൃഷ്ണേനാനന്ദമൂർത്തിനാ മാധവം പ്രണിപത്യാഃ കിരീടേനാർക്കവർച്ചസാ. നൃഗ ഉവാച. നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷു ആഖ്യായമാനേഷു യതി തേ കർണമസ്പൃശം. കിം नु ते अविदितं नाद सर्वभूतात्मसाक्षिणः कालेनाव्याहतदृशो वक्ष्येधाभितवाज्ञया. यावत्यस्य कथा भूमेः यावत्यो दिवि तारकाः
യാവത്യോ വർഷധാരാശ്ച താവതീരദദാം സ്മഗാഃ. പയസ്വിനീസ്തരുണീ ശീലരൂപഗുണോപപന്നാ കപിലാ ഹേമശൃംഗീഃ. ന്യായാർജിതാരൂപ്യഗുരാസവത്സാഃ ദുകൂലമാലാഭരണാദദാവഹം. സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യഃ സീതത്കുടുംബേഭ്യർതവ്രതേഭ്യഃ തപസ്രുതബ്രഹ്മവദാന്യസദ്ഭ്യഃ പ്രാജാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യഃ. ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിനഃ കന്യാ സദാസീഃ തിലരൂപ്യശയ്യാഃ. വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം. കസ്യചിദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർമമ ഗോദരേ സംപൃക്താ വിദുഷാ സാ ച മയാ ദത്താ ദ്വിജാതയേ. താം നീയമാനാം തൽസ്വാമി ദൃഷ്ട്വോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഃ നൃഗോ മേ ദത്തവാനിതി. വിപ്രൗ വിവദമാനൗ മാമൂചതു സ്വാർത്ഥസാധകൗ ഭവാൻ ദാതാപഹർത്താ ഇതി തത്ശ്രുത്വാ മേ അഭവദ്ഭ്രമഃ. അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമി ഏഷാ പ്രദീയതാം. ഭവന്തൗ അനുഗൃഹീതാം കിങ്കരസ്യാവിജാനതഃ സമുദ്ദരതമാം കൃത്സ്രാത് പതന്തം നിരയേ അശുചൗ. നാഹം പ്രതീച്ഛേ വൈരാജൻ ഇത്യുക്ത്വാ സ്വാമി അപാക്രമത്. നാന്യദ്ഗവാമപി അയുധം ഇച്ഛാമി ഇതി അപരേയയൗ. ഏതസ്മിന്നന്തരേ യാമ്യൈഃ ദൂതൈർനീതോ യമക്ഷയം. യമേന പൃഷ്ടസ്തത്രാഹം ദേവദേവ ച കൽപ്പത്തെ. പൂർവം ത്വമശുഭം പുംക്ഷേ ഉതാഹോ നൃപതേ ശുഭം. നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. പൂർവം ദേവാശുഭം പുഞ്ചേ ഇതി പ്രാഹ പതേതി സഹ. താവദ്രാക്ഷമാത്മാനം കൃകലാ സമ്പദൻ പ്രഭോ. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ. സ്മൃതിർനാദ്യാപി വിദ്വസ്താ ബവൽ സന്ദർശനാർത്തിനഃ. സത്വം കഥം മമ വിഭോ അക്ഷിപത പരാത്മാ. യോഗേശ്വരൈ ശ്രുതിദൃശാമലഹൃദ്വിഭാവ്യഃ. സാക്ഷാദോക്ഷ ച ഉരുവ്യസനാന്തബുദ്ധേഃ. സ്യാന്മേ അനുദൃശ്യൈഹ യസ്യ ഭവാപവർഗഃ. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ. നാരായണ ഹൃഷീകേശ പുണ്യശ്ലോകാച്യുതാവ്യയ. അനുജാനീഹി മാം കൃഷ്ണായാന്തം ദേവഗതിം പ്രഭോ. യത്ര ക്വാപി സതശ്ചേതോ ഭൂയാന്മേ ത്വൽപദാസ്പദം. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ. ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ. അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരുഹത് പശ്യതാം നൃണാം. കൃഷ്ണ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ. ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. ദുർജരം ബദ ബ്രഹ്മസ്വം ഭുക്തം അഗ്നേർമനാഗപി. തേജീയസോപി കിമുദ രാജ്ഞാം ഈശ്വരമാനിനാം. നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ. ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. ഹിനസ്തി വിഷമത്താരം വന്യർ അദ്ഭിപ്രശാമ്യതി. കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവകഃ. ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം. പ്രസഹ്യതു ബലാത് ഭുക്തം ദശ പൂർവാൻ ദശാപരാൻ. രാജാനോ രാജലക്ഷ്മ്യാന്താഃ നാത്മപാദം വിചക്ഷത്തെ. നിരയം യേഭിമന്യന്തെ ബ്രഹ്മസ്വം സാധു ബാലിശാഃ. ഗൃഹ്ണന്തി യാവതഃ പാംസൂൻ ക്രന്ദതാം അശ്രുബിന്ദവഃ.
വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുളുംബിനാം രാജാനോ രാജകുല്യാശ്ച താവതോബ്ദാം നിരങ്കുശാഃ കുംഭീപാകേഷു പച്യന്തേ ബ്രഹ്മദായാപഹാരിണഃ സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിം ഹരേച്ഛയഃ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ടായാം ജായതേ കൃമിഃ ന മേ ബ്രഹ്മധനം ഭൂയാത് യദ്ഗൃദ്വാൽപായുഷോ നരഃ പരാജിതാശ്ച്യുതാ രാജ്യാത് ഭവന്ത്യുദ്വേജിനോ ഹയഃ വിപ്രം കൃതാകസമപി നൈവ ഗൃഹ്യത മാമകാഃ ഗ്രന്ഥം ബഹുശബന്ധം വാ നമസ്കുരുത നിത്യശഃ യദാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ തദാ നമത യൂയം ച യോന്യതാ മേ സദണ്ഡഭാക് ബ്രാഹ്മണാർത്തോ അപഹൃതോ ഹർത്താരം പാതയത്യത അജാനന്ദമഭിഹ്യേനം നൃഗം ബ്രാഹ്മണ ഗൗരിവ ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ നരകൗകസം പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നൃപോപാഖ്യാനം നാമ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നമ്മൾ 64-ാം അധ്യായം നൃഗമോക്ഷം എന്ന കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഭഗവാന്റെ പുത്രന്മാർ സാമ്പൻ, പ്രദ്യുമ്നൻ, ഗദൻ മുതലായവർ അവിടെ ദ്വാരകയുടെ ഒരു ഉപവനത്തിൽ കളിച്ചുകൊണ്ട് കുറേ നേരമായപ്പോൾ ദാഹിച്ച് ജലാശയം തെരഞ്ഞു നടന്നവർ ഒരു കൂപം, വലിയ ആഴമേറിയ കൂപം, പക്ഷേ വെള്ളമില്ലാത്ത കൂപം കണ്ടു. ആ കൂപത്തിൽ നോക്കിയപ്പോൾ ഒരു അത്ഭുത ദൃശ്യം, ഒരു അത്ഭുത ജന്തുവിനെ അവർ കണ്ടു. അതിനെ കണ്ടിട്ട് അവരതിനെ കരയ്ക്ക് കയറ്റാനായിട്ട് പരിശ്രമിച്ചു. എല്ലാവരും കൂടി കൃകലാസം അഥവാ ഓന്ത് ആയിരുന്നു അത്. അവരെന്തെല്ലാം ചെയ്ത് കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അപ്പോഴേക്കും ഭഗവാനോട്, കൃഷ്ണനോട് ചെന്ന് ആരോ മക്കൾ പറഞ്ഞു. ഭഗവാൻ അവിടേക്ക് വരുന്നു. തൻ്റെ ഇടത് കൈകൊണ്ട് ഈ കൃകലാസത്തെ പൊക്കിയെടുത്ത് കരയ്ക്ക് വയ്ക്കുന്നു. ഭഗവാന്റെ കരസ്പർശമേറ്റതോടുകൂടി ഒരു ദിവ്യ പുരുഷനായി ജ്വലിക്കുന്ന സ്വർണം പോലെയുള്ള വർണ്ണവും അത്ഭുതങ്ങളായ അലങ്കാരങ്ങൾ ഇതെല്ലാം ധരിച്ച്, നല്ല പട്ടുവസ്ത്രമെല്ലാം ധരിച്ചിരിക്കുന്നവനും ആയിട്ടുള്ള സ്വർഗീയെ പോലെ, ദേവനെ പോലെയുള്ള ആ പുരുഷനെ കണ്ട് എല്ലാം അറിയുന്നവനാണെങ്കിലും ഭഗവാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചോദിച്ചു ഇദ്ദേഹത്തോട്, അങ്ങ് ആരാണ് മഹാഭാഗ? ശ്രേഷ്ഠമായിട്ടുള്ള രൂപമാണല്ലോ അങ്ങയുടെ. ദേവന്മാരിൽ വെച്ച് ഉത്തമനായിട്ട് ഞാൻ അങ്ങയെ കരുതുന്നു. എന്ത് കർമ്മം കൊണ്ടാണ് അങ്ങ് ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചത്? ഇത് വാസ്തവത്തിൽ അങ്ങ് അർഹിക്കുന്നില്ലല്ലോ. അങ്ങ് ആരാണെന്ന് തുറന്ന് പറയൂ, ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരണമെന്ന് ഭഗവാൻ തന്നെ എല്ലാം അറിഞ്ഞിട്ടും ചോദിച്ചു. അപ്പോൾ അതിന് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ നൃഗ രാജാവ് മറുപടി പറഞ്ഞു, ഞാൻ നൃഗൻ എന്ന പേരുള്ള ഒരു രാജേന്ദ്രനാണ്, നരേന്ദ്രനാണ്, ഇക്ഷ്വാകുവിൻ്റെ പുത്രനാണ്. എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പ്രശസ്തരായ ദാനികളിൽ വെച്ച് അങ്ങയുടെ പേര് എൻ്റെ ചെവിയിൽ അങ്ങയുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ പേര്. അങ്ങ് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം.
ഈ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, മഴ പെയ്യുമ്പോൾ എത്ര വർഷധാരകൾ പെയ്യുന്നുവോ അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തു. നല്ല പാലുള്ളതും കടിഞ്ഞൂൽ പ്രസവമായിരിക്കുന്നതും എല്ലാ ശീലവും രൂപവും ഗുണവുമെല്ലാം ചേർന്നിരിക്കുന്നതും കപിലവർണ്ണത്തിലുള്ളതും സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയതും ന്യായമായി ഞാൻ സമ്പാദിച്ചതും വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടിയതും കുട്ടിയോടുകൂടിയതും പട്ടുവസ്ത്രാദികൾ, മാലകൾ, ആഭരണങ്ങൾ മുതലായവയോട് ചേർത്ത് ഞാൻ എത്രയോ പശുക്കളെ കൊടുത്തു, ലക്ഷക്കണക്കിന്. നല്ല യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഞാൻ കൊടുത്തത്. സംസ്കാര സമ്പന്നരായിട്ടുള്ള ആ ബ്രാഹ്മണർക്കാണ് ഞാൻ കൊടുത്തത്. വെറുതെ പശുക്കളെ മാത്രമല്ല കൊടുത്തത്, അതിൻ്റെ കൂട്ടത്തിൽ ഭൂമിയും സ്വർണവും ഗൃഹവും കുതിര, ആന, തേര് മുതലായവയും കന്യകമാരെയും എള്ള്, വെള്ളി, കിടക്കാനുള്ള ശയ്യ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, വീട്ടുപകരണങ്ങൾ മുതലായി എല്ലാം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ബ്രാഹ്മണ പ്രമുഖന്റെ പശു നഷ്ടപ്പെട്ട് എൻ്റെ പശുക്കൂട്ടത്തിൽ വന്ന് നിന്നു. ഞാൻ അറിയാതെ ആ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അയാൾ അതിനെ കൊണ്ടുപോകുമ്പോൾ പഴയ ബ്രാഹ്മണൻ ഇത് കണ്ടിട്ട് അയാളോട് പറഞ്ഞു, ഇത് എൻ്റെ പശുവാണ്, എനിക്ക് വിട്ടുതരണമെന്ന്. അവർ തമ്മിൽ തർക്കമായി, ഇത് എൻ്റേതാണ്, എനിക്കിപ്പോൾ രാജാവ് തന്നതാണെന്നും. അങ്ങനെ അവർ തമ്മിൽ തർക്കം തീർക്കാൻ രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. രാജാവിനോട് രണ്ടു കൂട്ടരും ഇതേ പശുവിനെ തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം പറഞ്ഞു. രാജാവ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊക്കെ ക്ഷമ പറഞ്ഞുകൊണ്ട്, നിങ്ങളിൽ ഒരാൾ വിട്ടുകൊടുക്കൂ, ഞാൻ ലക്ഷക്കണക്കിന് പശുക്കളെ അയാൾക്ക് തരാം എന്നെല്ലാം പറഞ്ഞ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും രണ്ടുപേരും ഒരുപോലെ മർക്കടമുഷ്ടികളായിരുന്നു. അവർ രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ കോംപ്രമൈസ് സ്വീകരിച്ചില്ല, അവിടുന്ന് പോയി. അതിനുശേഷം എനിക്ക് മരണമാസന്നമായപ്പോൾ യമധർമ്മരാജാവ് എന്നോട് ചോദിച്ചു, എവിടേക്കാ ആദ്യം പോണ്? അങ്ങ് ചെയ്ത പാപം അല്പമുണ്ട്, പുണ്യം ധാരാളമുണ്ട്, പുണ്യം കുറേ കാലം അനുഭവിക്കാനുണ്ട്. അപ്പം അങ്ങേക്ക് ഏതാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പാപഫലം നരകം ആദ്യം തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞാൻ ഭൂമിയിൽ കൃകലാസമായി പതിച്ചത്. ഇപ്പതാ എൻ്റെ പൂർവ്വ പുണ്യം കൊണ്ടതാ അങ്ങയെ കാണാനുള്ള ഭാഗ്യമായിട്ട് സാധിച്ചു. ബ്രാഹ്മണപ്രിയനും ദാനശീലനും അങ്ങയുടെ ദാസനുമായിട്ടുള്ള എനിക്കിതാപ്പോ അങ്ങ് പ്രത്യക്ഷനായി കാണപ്പെട്ടു. മറ്റ് യോഗേശ്വരന്മാർ പോലും അവർ വേദങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ഹൃദയത്തിൽ ഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ സംസാര നാശത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പോൾ എനിക്ക് സാക്ഷാത് അധോക്ഷജ ഉരുവ്യസനാന്ത ബുദ്ധേഹ സ്യാന്മേ അനുദൃശ്യ ഇഹ യസ്യ ഭവാപവർഗ. ആർക്കാണോ സംസാരം നശിക്കുന്നത് അവർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് സാക്ഷാതായിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത്, വലിയ സുകൃതിയാണ് ഞാനെന്ന് സ്വയം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഭഗവാനെ വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ചു. ഭഗവാന്റെ വിവിധ നാമങ്ങൾ പറഞ്ഞു. എനിക്ക് പോകാനായിട്ട് ദേവഗതിക്ക് പോവുകയാണ് ഞാൻ. യാന്തം ദേവഗതി, ദേവമാർഗത്തിലൂടെ പോകുന്ന എനിക്ക് യാത്ര നൽകിയാലും ഞാൻ എവിടെ ചെന്നിരുന്നാലും അവിടെയൊക്കെ എനിക്ക് അങ്ങയുടെ പാദകമലങ്ങളിലുള്ള ഭക്തി ഉണ്ടാവണം. എൻ്റെ ചേതസ് അങ്ങയുടെ പാദങ്ങളിൽ ഉറയ്ക്കണം. അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. സർവഭാവായ തേ നമഃ, ബ്രഹ്മണേ നമഃ, അനന്തശക്തയേ നമഃ, കൃഷ്ണായ നമഃ, വാസുദേവായ നമഃ, യോഗാനാം പതയേ നമഃ. ഇങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ അനുജ്ഞ നൽകപ്പെട്ടവനായിട്ടുള്ള ഈ രാജാവ്, മൃഗരാജാവ് സ്വർഗത്തിലേക്ക് പോയി. എല്ലാവരും നോക്കി നിൽക്കെ വിമാനത്തിൽ കയറിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി, മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഭഗവാൻ ഇത് വെച്ചിട്ട് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളാണ്
നമുക്ക് നോക്കാം. മുപ്പത്തി ഒന്ന് മുതൽക്കുള്ള ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണഃ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. കൃഷ്ണഃ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. ധർമാത്മാവായിരിക്കുന്ന ബ്രഹ്മണ്യദേവനായ ഭഗവാൻ ദേവകീസുതഃ കൃഷ്ണഃ, ഇത്രയും ഭഗവാനെ വിശേഷിപ്പിച്ചു. ധർമാത്മ, ധർമ്മമൂർത്തിയാണ്, ധർമ്മസ്വരൂപനാണ് ഭഗവാൻ. ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഭഗവാന്റെ ഈ മൂർത്തി സ്വീകരിക്കുന്നത്, അല്ലെ? ധർമ്മസ്ഥാപനത്തിനായിക്കൊണ്ട് ധരിച്ചിരിക്കുന്ന മൂർത്തിയാണ്, അതുകൊണ്ട് ധർമാത്മാ എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ധർമാത്മാവായ ബ്രഹ്മണ്യദേവ, ബ്രാഹ്മണരിൽ അതിഭക്തിയോടുകൂടിയവനും ദേവനുമായിരിക്കുന്ന ഭഗവാൻ ദേവകീസുതഃ, സർവൈശ്വര്യ സമ്പൂർണനായ ദേവകീപുത്രനായ ഭഗവാൻ കൃഷ്ണഃ രാജന്യാൻ അനുശിക്ഷയൻ, രാജാക്കന്മാരെ അഥവാ ക്ഷത്രിയന്മാരെ വേണ്ട പോലെ അനുശാസിക്കാനായിക്കൊണ്ട് പരിജനം പ്രാഹ, ചുറ്റു നിൽക്കുന്നവരോട് ആശ്രിതരോടെല്ലാം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അപ്പൊ ഇനി ഭഗവാൻ ചെയ്യുന്ന ഉപദേശം അന്നുള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായിട്ടുള്ള ഭരണാധികാരികൾ, രാജാക്കന്മാരെല്ലാവരും അറിയാനുള്ളതായിട്ടുള്ള കാര്യമാണ്. അപ്പോ രാജന്യാൻ അനുശിക്ഷയൻ എന്നാണ്, രാജാക്കന്മാരെ വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നവനായിട്ട്, അവർക്ക് വേണ്ട അറിവ് കൊടുക്കുന്നവനായിട്ട്, അവർക്കുള്ള ശിക്ഷണം കൊടുക്കുന്നവനായിട്ട്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച ബോർഡ് എന്നർത്ഥമാണ്. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, ദുർജരം ബദ ബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാഗവി തേജീയസോപി കിമുത രാജ്ഞാം ഈശ്വരമാനിനാം. ദുർജരം ബദ ബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാഗവി തേജീയസോപി കിമുത രാജ്ഞാം ഈശ്വരമാനിനാം. ബ്രഹ്മസ്വം, അതിന്റെ മാഹാത്മ്യം പറയാണ്. തേജീയസഹ അഗ്നേഹേ അപി മനാകപി ഭുക്തം ബ്രഹ്മസ്വം ദുർജരം. എന്താ അർത്ഥം? അഗ്നിക്ക് പോലും ബ്രഹ്മസ്വം, ബ്രാഹ്മണന്റെ സ്വത്തിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ആര് ബ്രഹ്മസ്വം അപഹരിച്ചാലും അവർക്കത് ദഹിക്കില്ല, അവർക്കത് ഉപയോഗപ്പെടില്ല. ദഹിച്ചാലല്ലേ നമുക്ക് ശരീരത്തിനത് പോഷണമായി തീരുകയുള്ളൂ. എന്തെങ്കിലും കഴിച്ചാൽ ദഹിക്കണം. എന്നാൽ ബ്രഹ്മസ്വം അപഹരിച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. മാത്രമല്ല അത് അപകടങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്കും കാരണമാകും എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോ അഗ്നിക്ക് പോലും, എത്ര തേജീയസഹ അഗ്നേഹേ അപി, നല്ലതുപോലെ ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നിക്ക് കൂടി മനാകപി ഭുക്തം, അല്പം ഭുജിച്ചതാണെങ്കിലും, മനാക്ക് എന്ന് പറഞ്ഞാൽ അല്പം. അപ്പൊ അല്പം ബ്രഹ്മസ്വമേ അപഹരിച്ചിട്ടുള്ളൂ, അല്പമേ ഭുജിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ അങ്ങനെയുണ്ട്, എനിക്ക് അധികം കഴിച്ചാൽ ദഹിക്കില്ല, കുറച്ചായാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കഴിക്കാറ് പതിവുണ്ട്. ഇവിടെ പറയുന്ന ബ്രഹ്മസ്വം അല്പമാണെങ്കിലും മനാകപി ഭുക്തം, ബ്രഹ്മസ്വം ദുർജരം, അത് ദുർജരമാണ്, അതിന് ജീർണത ഭവിക്കില്ല, ജീർണിക്കുന്നതല്ല, ദഹിക്കുന്നതല്ല എന്നർത്ഥം. ഈശ്വരമാനിനാം രാജ്ഞാം കിമുത,
അപ്പൊ പിന്നെ ഞങ്ങൾ ഈശ്വരന്മാരാണെന്ന് മാനിച്ചുകൊണ്ടിരിക്കുന്നവരായ രാജാക്കന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ മറ്റ് ആർക്കും ബ്രഹ്മസ്വം ദഹിക്കില്ല, രാജാക്കന്മാർക്ക് തീരെയും ദഹിക്കില്ല. എന്താ കാരണം? രാജാക്കന്മാര് ആരുടെയിൽ നിന്നും ദാനം സ്വീകരിക്കാൻ പാടില്ലാത്തവരാണ്, ആരുടെയും മുതല് അപഹരിക്കാൻ പാടില്ലാത്തവരാണ്. കാരണം മറ്റുള്ളവരുടെ മുതല് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് രാജാക്കന്മാർ. മറ്റുള്ളവർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് ക്ഷത്രിയന്മാർ, രാജാക്കന്മാർ. അങ്ങനെയുള്ള രാജാക്കന്മാർ തന്നെ മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്ന് കൈമുതിക ന്യായം തന്നെയാണ്. അപ്പൊ ഭരണാധികാരികൾ, ക്ഷത്രിയന്മാർ മറ്റുള്ളവരുടെ മുതല് ആശിക്കാനോ തട്ടിയെടുക്കാനോ ഒരു തരത്തിലും അർഹതയില്ലാത്തത് സ്വീകരിക്കാനോ പാടുള്ളതല്ല. ദാനം പോലും സ്വീകരിക്കാൻ ക്ഷത്രിയന്മാർക്ക് അർഹതയില്ല. അവർക്ക് രാജ്യത്തിൻ്റെ എന്താ പറയുക കരം കിട്ടുന്നതിൽ നിന്ന് അവരുടെ ഒരു ചെറിയ പങ്ക് പറ്റി ജീവിക്കാം. അവരുടെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വേണം നിർവഹിക്കാനായിക്കൊണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചുകൊണ്ട് കാര്യം നടത്താൻ പാടുള്ളതല്ല. ഇപ്പോൾ ആരുടെയെങ്കിലും മുതൽ തട്ടിയെടുക്കലാണെങ്കിലും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദാനമായിട്ട് ചോദിച്ച് സമ്മാനമായിട്ട് മേടിക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ ഒരു കൈക്കൂലിയാണ്. ഭരണാധികാരികൾ ആരുടെയെങ്കിലും മുതൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് കൈക്കൂലിയാണ്. അവർ നേരിട്ട് മേടിക്കാൻ പാടുള്ളതല്ല, സർക്കാരിലേക്കുള്ള കരമായിട്ട് മേടിക്കാം. അത് മേടിക്കേണ്ടത് കണക്ക് പറഞ്ഞ് മേടിക്കാൻ ബാധ്യസ്ഥരാണ്. അത് മേടിക്കാതെ അതിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടോളൂ എന്ന് പറയുന്നതുമാണ് ഇന്നത്തെ എല്ലാ രംഗത്തും നടക്കുന്ന അഴിമതികൾ അല്ലേ. സർക്കാരിലേക്കുള്ളത് കൊടുക്കണ്ട, ഞാൻ ഒഴിവാക്കി തരാം നിങ്ങൾക്ക്, അത് നിങ്ങൾ 5000 കൊടുക്കേണ്ടടുത്ത് 1000 എനിക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് 4000 ലാഭമല്ലേ എന്ന് പറയും. എല്ലാ വകുപ്പുകളും അങ്ങനെയുള്ളതാണ് ഇപ്പോൾ. എല്ലാ ടാക്സുകളും അല്ലേ, എക്സൈസ് ആവട്ടെ, GST ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ടാക്സുകളുണ്ടോ എല്ലാം അങ്ങനെ തന്നെ. വാഹനങ്ങളുടെ അല്ലേ ടാക്സുകൾ, പലതരത്തിലുള്ള സർവീസ് ടാക്സുകളുണ്ട്. എല്ലാം വേണമെങ്കിൽ വെട്ടിക്കാം. എങ്ങനെ? അത് നോക്കുന്ന ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിലേക്ക് ഒരു പങ്ക് കൊടുത്താൽ മതി, അയാൾ കണ്ണടച്ചോളും, നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി നടത്താം. അങ്ങനെ പാടുള്ളതല്ല ഒരിക്കലും. അതിനെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞത്. അപ്പോൾ രാജാക്കന്മാരാണെങ്കിലും അവർ പ്രജകളിൽ നിന്ന് എന്തെങ്കിലും ദാനം സ്വീകരിക്കുക, സമ്മാനം സ്വീകരിക്കുക, തട്ടിയെടുക്കുക, അപഹരിക്കുക എല്ലാം ചെയ്യുന്നത് ഈ അഴിമതിയാണ്, കൈക്കൂലിയാണ്. അതുകൊണ്ട് രാജാക്കന്മാർ ഒട്ടും സ്വീകരിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുതൽ. അതാണ് ഇവിടെ പറഞ്ഞത്, ഈശ്വരമാനിനാം രാജ്ഞാം കിമുത. ഈശ്വരന്മാരാണ്, ഞങ്ങളാണ് ഭരണാധികാരികൾ എന്ന് മാനിക്കുന്നവരായിട്ടുള്ള ആളുകൾ പറയേണ്ട ആവശ്യമുണ്ടോ? കിമുത. കിമുത എന്നുള്ളത് കൈമുതികം, ന്യായം, പറയേണ്ടതില്ല എന്നർത്ഥം. അപ്പോ ബ്രഹ്മസ്വം എന്നുള്ളത് ആര് ഭുജിച്ചാലും ദഹിക്കില്ല, ക്ഷത്രിയർക്ക് തീരെയും ദഹിക്കില്ല. ഭഗവാൻ വീണ്ടും പറയുന്നു, നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. ഭഗവാൻ പറഞ്ഞു, അഹം ഹാലാഹലം വിഷം ന മന്യേ. ഹാലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം,
കാളകൂട വിഷത്തെ ഞാൻ വിഷമാണെന്ന് പറയില്ല. ന മന്യേ, എനിക്ക് അങ്ങനെ തോന്നലില്ല. യസ്യ പ്രതിക്രിയ, കാരണം അതിന് പ്രതിവിധിയുണ്ട്. നിങ്ങൾ വിഷം കഴിച്ചാലും എങ്ങനെയെങ്കിലും വിഷം തട്ടിയാലും വിഷവൈദ്യന്മാരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. നല്ല സമയത്ത് നല്ല വൈദ്യന്റെ അടുത്ത് എത്തിയാൽ കൃത്യമായിട്ടും അവർ രക്ഷിക്കും. അപ്പൊ പ്രതിക്രിയയുള്ളതാണ് കാളകൂടാദി വിഷങ്ങളെല്ലാം. എന്നാൽ ബ്രഹ്മസ്വം വിഷം പ്രോക്തം, ബ്രഹ്മസ്വത്തെയാണ് ശരിക്കും വിഷമെന്ന് പറയുന്നത്. മറ്റത് ഞാൻ വിഷമായിട്ട് കണക്കാക്കാറില്ല. വിഷമെന്ന് പറയുമ്പോൾ മരണകാരണം, നാശകാരണം എന്നൊക്കെ അർത്ഥത്തിൽ ഞാൻ അതിനെ കണക്കാക്കാറില്ല. കാരണം അതിന് പ്രതിവിധി ഉള്ളത് കൊണ്ട്. അതാണ് യസ്യ പ്രതിക്രിയ അസ്തി. എന്നാൽ ബ്രഹ്മസ്വം വിഷം പ്രോക്തം, ബ്രഹ്മസ്വം ബ്രാഹ്മണരുടെ മുതല് അത് വിഷം തന്നെയാണെന്ന് പറയപ്പെടുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അസ്യ ഭുവി പ്രതിവിധിഹീന, അതിനെ ബ്രഹ്മസ്വം അപഹരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിവിധി ഭൂമിയിലില്ല. അത് പിന്നെ വിഷം കഴിച്ചത് തന്നെ, നാശം ഉറപ്പാണ്. അപ്പോ സാത്വികന്മാരായ, മറ്റുള്ളവരെ വഞ്ചിക്കാതെ ധാർമ്മികമായി മാത്രം തനിക്ക് വന്നു ചേർന്ന ധനം കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നവരായ ആളുകളുടെ ധനം എന്നർത്ഥം. ഇവിടെ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണ് ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യർ. ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കാതെ, ഒരു തരത്തിലുള്ള അധർമ്മവും പ്രവർത്തിക്കാതെ, തൻ്റെ കഠിനാധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് അർഹതയുള്ള ദാനമായി കിട്ടിയതോ ദക്ഷിണയായി കിട്ടിയതോ ഒക്കെ ആയിട്ടുള്ള, അല്ലേ, ഗുരുക്കന്മാരായി അധ്യാപനം ചെയ്യിക്കുമ്പോൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, പൂജാദികൾ ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ദക്ഷിണ, ഇതെല്ലാം അവർക്ക് അർഹതപ്പെട്ടതാണ്. അത് എന്താ പറയുക, അതുകൊണ്ട് പ്രയോജനം കിട്ടിയവർ ദക്ഷിണയായി കൊടുക്കുന്നതാണ്. അത് അവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ വിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ വേറൊരാൾ തൊട്ടുപോകരുത്, അർഹതയില്ലാത്തവർ തൊട്ടുപോകരുത്. അസ്യ ഭൂവി പ്രതിവിധിഹീന, അതിന് ഭൂമിയിൽ പ്രതിവിധി ഇല്ല എന്നർത്ഥം. ആശ്രമ സ്വത്തുക്കളും ഒക്കെ അങ്ങനെയുള്ളതാണ്, അല്ലേ. സന്യാസിമാരെന്ന് പറയുന്നത് തന്നെയാണ് ബ്രാഹ്മണര്. അപ്പം അവര് എങ്ങനെയൊക്കെയോ പൂർവികരും ഇപ്പോൾ ഉള്ളവരും ഒക്കെ ആയിട്ട് സമ്പാദിച്ച് അവർക്ക് കിട്ടുന്ന ദക്ഷിണകളോ മറ്റു വരുമാനങ്ങളോ ഒക്കെ കൊണ്ട് ആശ്രമങ്ങളുടെ സ്വത്തുകൾ ഉണ്ടാക്കി, ആശ്രമങ്ങൾ പൊതുജനങ്ങൾക്കുള്ള സേവനത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ സ്വാർത്ഥരായിട്ട് കടന്നുകൂടി ആശ്രമ ഭൂമികൾ തട്ടിയെടുക്കുക, ആശ്രമത്തിൻ്റെ പലതരത്തിലുള്ള സ്വത്തുക്കൾ അപഹരിക്കുക, അങ്ങനെയൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. ചില ആളുകൾ ആശ്രമങ്ങൾ, ഏതെങ്കിലും സന്യാസിമാർ സ്ഥാപിച്ച ആശ്രമങ്ങളിൽ അവരുടെ കുടുംബക്കാർ വന്നു കൂടും. എന്നിട്ട് വേറെ ഒരാളെയും അവിടെ അടുപ്പിക്കില്ല. മറ്റു സന്യാസിമാരെയോ അല്ലെങ്കിൽ ഭക്തരെയോ പൊതുജനങ്ങളെയോ ഒരു തരത്തിലും അടുപ്പിക്കാതെ കുടുംബക്കാരുടെ വാഴ്ചയായിരിക്കും പല ആശ്രമങ്ങളിലും. അവർക്കും അവരുടെ നോട്ടം എന്താണ്, ഈ ഇപ്പോഴുള്ള സന്യാസി മരിച്ചു പോയാൽ വേറൊരു അവകാശി അവിടെ ഉണ്ടാവാൻ പാടില്ല, അപ്പം നമുക്ക് ഈ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ കൊണ്ടുപോകാം എന്നുള്ള വിചാരമാണ്. മാത്രമല്ല ഇപ്പോൾ ഒക്കെ തീരെ സന്യാസികളാവാൻ ആളുമില്ല. ഹിന്ദു സമൂഹത്തിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, മക്കൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് സന്യസിക്കാനുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് പ്രതീക്ഷയുമുണ്ട്. എന്താണ്, ഈ ആശ്രമത്തിൽ ഇനിയിപ്പോൾ അനന്തരാവകാശി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, വേറൊരാൾ സന്യസിക്കാനിവിടെ വരാനില്ല. അതുകൊണ്ട് നമുക്കിവിടെ കൂടി നിന്നാൽ ഇയാളെ എങ്ങനെയെങ്കിലും വേണ്ടി വന്ന അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാൾ കാലമായി മരിക്കുകയോ ചെയ്താൽ ഈ സ്വത്തൊക്കെ നമുക്കുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന എത്രയോ സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും എന്തായിരിക്കും ഫലം? അവര് തീ വിഴുങ്ങിയതുപോലെ ഇരിക്കും. അഗ്നിയെ വിഴുങ്ങിയാൽ എന്താണ്, നമ്മുടെ ബകാസുരൻ ഭഗവാനെ വിഴുങ്ങിയപ്പോൾ എങ്ങനെയായോ അതുപോലെ ആവും. അവരുടെ വംശം തന്നെ മുടിഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം.
ചുറ്റുപാടും എന്താണ് ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ എന്തായാലും അവരുടെ അവിവേകം കൊണ്ട് അതൊന്നും കാണില്ല, തോന്നില്ല. എങ്ങനെയെങ്കിലും അപഹരിക്കാനുള്ള തോന്നലുണ്ടാവും. അപ്പോൾ അതൊക്കെ ബ്രഹ്മസ്വമാണ്. ആശ്രമ സ്വത്തുക്കളും ബ്രഹ്മസ്വമാണ്. ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ദേവസ്വം അതും അപഹരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ദേവസ്വം ഇപ്പോൾ ധാരാളമായിട്ട് അപഹരിക്കേണ്ട ആളുകൾ, ക്ഷേത്രത്തിൻ്റെ ഭൂമിയൊക്കെ കയ്യേറി ചുറ്റുമുള്ള ആളുകൾ, ഹിന്ദുക്കൾ തന്നെ പല ക്ഷേത്രങ്ങളെയും വിഴുങ്ങിയിട്ടുണ്ട്. മറ്റുള്ള മതസ്ഥരുടെ കാര്യം പറയാനുമില്ല. ഗവൺമെൻറ് മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കുന്ന കാര്യം അതും പറയാനില്ല. എന്തു തന്നെയാണെങ്കിലും അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ബ്രഹ്മസ്വത്തിന് ഭൂമിയിൽ പ്രതിവിധിയില്ല. ഹിനസ്തി വിഷമത്താരം വന്യർ അദ്ഭിഹി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവകഃ. ഹിനസ്തി വിഷമത്താരം വന്യരദ്ഭിഹി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവകഃ. ഇവിടെ പറയണു, മറ്റു വിഷം, ഭൗതികമായ വിഷങ്ങളുണ്ടല്ലോ, ആ വിഷം അത്താരം ഹിനസ്തി. അത്താരം എന്ന് പറഞ്ഞാൽ അത്താ എന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നവൻ, അത്തി എന്ന് പറഞ്ഞാൽ ഭുജിക്കുക, ഭുജിക്കുന്നു എന്നാണ്. അന്നം എന്ന് പേരുണ്ടാവുന്നത് തന്നെ അത് എന്നുള്ള ധാതുവിൽ നിന്നാണ്. അദ്യതേ അത്തി എന്നൊക്കെയുള്ള ക്രിയകളിൽ നിന്നാണ് അന്നം എന്ന പദമുള്ളത് എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറയും. അദ്യതേ അത്തി ച ഭൂതാനി തസ്മാദന്നം പ്രചക്ഷതേ. അന്നത്തിനെ അന്നം എന്ന് വിളിക്കുന്നതിന് കാരണം അദ്യതേ ഭൂതൈഹി അദ്യതേ, ഭൂതങ്ങളാൽ അധിക്കപ്പെടുന്നത് കൊണ്ടും, അത്തി അത് സ്വയം മറ്റുള്ളവരെ ഭുജിക്കുന്നത് കൊണ്ടും. പരസ്പരം അന്നമാണ് നമ്മളൊക്കെ. ഇന്ന് ഒരാൾ നമ്മളെ തിന്നുന്നു, നാളെ നമ്മളെ വേറൊരാൾ തിന്നും. ഇതിങ്ങനെ ചെയിനായിട്ട് റീസൈക്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കണം, അല്ലേ? അപ്പം നമ്മൾ തിന്നുന്നവരാണ്, തിന്നപ്പെടുന്നവരുമാണ്. ലോകത്തിലുള്ള സകലതും അങ്ങനെ തന്നെ. ഇപ്പോൾ വൃക്ഷങ്ങൾ ഭൂമിയിലുള്ള വെള്ളവും വളവും തിന്നുന്നു. അത് കഴിഞ്ഞ് ആ വൃക്ഷങ്ങളെ മറ്റ് ജന്തുക്കൾ തിന്നുന്നു. ആ ജന്തുക്കളെ വേറെ ജന്തുക്കളോ മനുഷ്യരോ ഒക്കെ തിന്നുന്നു. അവരെ പിന്നീട് പുഴുക്കളോ കഴുകന്മാരോ കുറുനരികളോ ഒക്കെ തിന്നുന്നു. അവരെ ഭൂമി തിന്നുന്നു. ഇങ്ങനെ തിന്ന് തിന്നപ്പെട്ടും തിന്നും ഭവിക്കുന്നതാണ് അന്നം. കാണപ്പെടുന്നതായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള വസ്തുക്കളൊക്കെ അന്നമാണ്. അന്നമയം എന്നതിനെ പറയും. അപ്പോൾ ഇവിടെ എന്താണ് അത്താരം എന്ന് പറഞ്ഞാൽ അധിക്കുന്നവനെ, ഭക്ഷിക്കുന്നവനെ. ഹിനസ്തി വിഷം അത്താരം, വിഷം അത് ഭുജിച്ചവനെ ദഹിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു, ഹനിക്കുന്നു. വന്യഹി അദ്ഭിഹി പ്രശാമ്യതി, വിഷം കഴിച്ചാൽ മാത്രമേ അപകടമുള്ളൂ. അതുപോലെ അഗ്നി അദ്ഭിഹി പ്രശാമ്യതി, അഗ്നിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ശമിപ്പിക്കാം വെള്ളം കൊണ്ട്. അദ്ഭിഹി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട്. അപ്പൊ തീ കെടുത്താൻ വെള്ളം മതി, തീക്ക് പ്രതിവിധിയായിട്ട് വെള്ളമുണ്ട്. എന്നാൽ ബ്രഹ്മസ്വാരണി പാവകഃ കുലം സമൂലം ദഹതി, ബ്രഹ്മസ്വമാകുന്ന അരണിയിൽ നിന്നുണ്ടായ പാവകൻ അഗ്നി. ബ്രാഹ്മണ സ്വത്ത് എന്നറിയപ്പെടുന്ന അരണി, അരണി എന്ന് പറഞ്ഞാൽ യാഗത്തിൽ അഗ്നി ഉണ്ടാക്കുന്നതായിട്ടുള്ള അധരാരണി, ഉത്തരാരണി, ആ കടയുന്നതായിട്ടുള്ള സംഭവമാണ് അരണി. അപ്പോൾ ആ ബ്രഹ്മസ്വ അരണിയിൽ നിന്നുണ്ടാകുന്ന പാവകൻ, ബ്രാഹ്മണന്റെ സ്വത്താകുന്ന അരണിയിൽ നിന്നുണ്ടാകുന്ന തീയ്, അത് ഏത് കുലത്തിലാണോ വരുന്നത് ആ കുലം സമൂലം ദഹതി, മൂലത്തോടുകൂടി ദഹിക്കുന്നു. ആ കുടുംബം ഇനി സന്തതി പരമ്പരകൾ ഇല്ലാതാവുകയും ഉള്ള സന്തതികൾ തന്നെ അകാല മരണങ്ങൾ, രോഗാദികൾ എല്ലാം ബാധിക്കപ്പെട്ട് വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോകും എന്ന് പറയും. മുമ്പ് അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ച, മര്യാദയ്ക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മര്യാദക്കാരായിരുന്നപ്പോൾ സന്തതികളൊക്കെ നല്ല ആരോഗ്യത്തോടെ ധാരാളം എണ്ണം ഉണ്ടായിരുന്നു. ഒരുവിധം സമാധാനമായിട്ട് കഴിഞ്ഞിരുന്നു.
അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഏതോ ചാൻസ് കിട്ടിയപ്പോൾ ഏതോ ബ്രാഹ്മണരുടെ മുതൽ അടിച്ചു മാറ്റിയത് അല്ലേ. നമ്മുടെ ഈ മറ്റേ നിയമമൊക്കെ വന്നില്ലേ, ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്ന് ഭൂമി മുഴുവൻ മറ്റു ചിലർക്ക് അല്ലേ പാട്ടത്തിന് കൊടുത്തതൊക്കെ അവർ പിടിച്ചു വെച്ച് ഇവർ ദരിദ്രരായി, ജന്മിമാർ ദരിദ്രരുമായി, പിച്ചക്കാരായി, കയ്യിലൊന്നുമില്ലാത്തവരായി, പാട്ടത്തിലെടുത്തിരുന്നവർ ഭൂപ്രഭുക്കളുമായി മാറി. ഒരു മര്യാദയെങ്കിലും കാണിച്ച് ഇവർക്ക് ഉപജീവനത്തിന് കുറച്ചെങ്കിലും വിട്ടുകൊടുക്കുകയോ ഒരു അല്ലേ മയത്തിൽ എന്തെങ്കിലും കാണിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇതൊന്നുമില്ല, അടിയോടുകൂടെ കൊണ്ടുപോയി. പക്ഷേ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളവരുടെ കുടുംബ ചരിത്രം ഒന്ന് ചുറ്റുപാടും ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഒരുപാട് നശിച്ചു പോയതായിട്ട് കഷ്ടപ്പാടുകളും ആക്സിഡൻറ്റുകളും അകാല മരണങ്ങളും പല ദുരിതങ്ങളും നമുക്ക് കാണാൻ പറ്റും. അനുഭവമാണ്, ചുറ്റും കാണാമെന്ന്. അപ്പോൾ ആരുടെയായിരുന്നു മുതൽ അത് നഷ്ടപ്പെട്ടവർ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ ആ സങ്കടമാണ് ഇവരെ ദഹിപ്പിക്കുന്നത്. അവരുടെ സങ്കടത്തെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പങ്ക് കൊടുത്തിരുന്നെങ്കിൽ ആശ്വസിപ്പിച്ചിരുന്നു. നിയമത്തിൻ്റെ പാട്ടിൽ പോട്ടെ, സാരമില്ല, നിയമം എന്താ പറയുക വളരെ ബ്ലണ്ടാണ്, പക്ഷെ നമുക്ക് മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട, ഇതത്ര നിങ്ങൾ വെച്ചോളൂ, ഞങ്ങൾക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞൊരു മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ആ വംശങ്ങളൊന്നും മുടിയില്ലായിരുന്നു, കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ലായിരുന്നു. കുറച്ചു കാലത്തൊക്കെ അവർക്ക് വലിയ ഭൂമിയും പോലെയൊക്കെ അവർ കാണിച്ചു, എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നടന്നു. പക്ഷെ അധികം താമസിയാതെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആയിട്ടുണ്ട്. ചിന്തിക്കുക, ഇത് നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളും നമ്മുടെ കുട്ടികളോടും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ബ്രാഹ്മണരുടെ മാത്രമല്ല ആരുടെയും മുതൽ നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ അപഹരിച്ചെടുക്കരുത് എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അധ്വാനിച്ച് നമുക്ക് ധാർമ്മികമായിട്ട് വന്നു ചേരാനുള്ളത്, നമ്മുടെ പൂർവീകന്മാർ സമ്പാദിച്ചതിൽ നമുക്ക് ദായക്രമത്തിൽ എന്താണോ അർഹത, അത് ഓരോ കാലത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ദായം നിശ്ചയിക്കപ്പെടുന്നത്. അത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതുക. പൂർവികന്മാരിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് അർഹതയുണ്ടായിട്ടല്ല, നമ്മുടെ ഭാഗ്യം, ഏതോ പൂർവ്വ സുഹൃതം കൊണ്ട് കിട്ടുകയാണ്, ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടിയതാണെന്ന് കരുതുക. നമ്മൾ അതിലേക്ക് വേണ്ടി ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ പൂർവീകർ കഷ്ടപ്പെട്ടു, അതിൽ നിന്നൊരംശം നമുക്ക് അർഹതയുള്ളത് ആരൊക്കെ കൂടി പങ്കിട്ട് തന്നു. ഇത് നിങ്ങൾക്കുള്ളതാണ്, അനുഭവിച്ചോളൂ, മുത്തശ്ശന്മാരുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അമ്മാമ്മമാരുണ്ടാക്കിയതാണ്, ഇതിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. അതല്ലാതെ നമ്മുടെ കയ്യൂക്ക് കാണിച്ചിട്ടോ മറ്റേതെങ്കിലും തരം സാമർഥ്യം കാണിച്ചിട്ടോ നമ്മൾക്ക് നമ്മുടെ സഹോദരന്മാരെ പോലും വഞ്ചിച്ചിട്ടാണ് ഇന്ന് സ്വന്തം സഹോദരന്മാർക്ക് അർഹതയുള്ളത് കൊടുക്കാതെ ഏതെങ്കിലും രീതിയിൽ അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ട് എല്ലാം എൻ്റെ പേരിൽ എഴുതി തരൂ എന്ന് പറയുക. ഇതൊക്കെ അപഹരണമാണ്. അവരുടെയൊക്കെ മനസ്താപം എപ്പോഴും ഉണ്ടാവും. മറ്റൊരാൾ മനസ്താപം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കിത് ദഹിക്കില്ല. ഇത് പറഞ്ഞു കൊടുത്ത് സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ രമ്യതയോടെ എല്ലാ കാര്യത്തിലും തീർപ്പുകൾ ഉണ്ടാക്കണം പങ്കുവെക്കുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ ശാപത്തിന് നമ്മുടെ വംശം തന്നെ ബാധിക്കും, വംശത്തെ തന്നെ അത് ബാധിക്കും. അവർക്ക് പല പ്രശ്നങ്ങളും വന്നു ചേരും. അപ്പോൾ നോക്കാം, സംഗതി വശാൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യണം ഈ ഒരു ന്യായത്തെ എന്ന് പറയുകയാണ്. അപ്പോൾ ഹിനസ്തി വിഷമത്താരം വന്നിർ അദ്ഭിഹി പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണി പാവകഃ ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രസഹ്യതു ബലാത് ഭുക്തം ദശപൂർവാൻ ദശാപരാൻ. ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം
പ്രസഹ്യതു ബലാത് ഭുക്തം ദശപൂർവാൻ ദശാപരാൻ. ആ ബ്രഹ്മസ്വത്തിൻ്റെ അപഹരിച്ചാലുണ്ടാവുന്ന ദോഷങ്ങളെ വീണ്ടും തുടരുകയാണ്. ദുരനുജ്ഞാതം ഭുക്തം ബ്രഹ്മസ്വം ത്രിപൂരുഷം ഹന്തി. ദുരനുജ്ഞാതം ഭുക്തം ബ്രഹ്മസ്വം ത്രിപൂരുഷം ഹന്തി. ദുരനുജ്ഞാതം എന്ന് പറഞ്ഞാൽ അനുജ്ഞ നൽകാതെ, അനുജ്ഞ ലഭിക്കാതെ, അല്ലെങ്കിൽ ബലം പിടിച്ച് നിർബന്ധിച്ച് ഭയപ്പെടുത്തി ഒക്കെ അനുജ്ഞ മേടിച്ചെടുക്കുന്നതൊക്കെ ദുരനുജ്ഞാതമാണ്. വേണ്ട വിധം സമ്മതമില്ലാത്തത്, സന്തോഷത്തോടുകൂടി നൽകാത്തത്, അങ്ങനെയുള്ളത് നമ്മൾ ഭുജിച്ചാൽ ദുരനുജ്ഞാതം ഭുക്തം ബ്രഹ്മസ്വം, അത് ബ്രഹ്മസ്വം കൂടിയാണെങ്കിൽ ത്രിപൂരുഷം ഹന്തി, 3 പുരുഷന്മാരെ അത് ഹനിക്കുന്നു. ആരെ? ഭുജിക്കുന്നവനെ, അവന്റെ പുത്രനെ, അവന്റെ പൗത്രനെ എന്നാണ് കണക്ക്. 3 തലമുറ സന്തതികളെ എന്നുവെച്ചാൽ തന്നെയും തൻ്റെ പുത്രനെയും പൗത്രനെയും അത് ബാധിക്കുന്നു. അപ്പോൾ നമുക്ക് സന്തോഷപൂർവം നൽകപ്പെടുന്നതിനെ സ്വീകരിക്കാം. ബ്രാഹ്മണരിൽ നിന്നാണെങ്കിലും അതല്ല മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും സാത്വികന്മാർ നമുക്ക് സന്തോഷമായി തരുന്നതിനെ സ്വീകരിക്കാം. അവരുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിപ്പഴിപ്പിച്ച് നിർബന്ധിച്ച് ഒക്കെ വാങ്ങുന്നത് അനുഭവിക്കാൻ പറ്റില്ല. അത് 3 വംശത്തെ 3 തലമുറകളെ നശിപ്പിക്കും. ത്രിപൂരുഷം ഹന്തി. ഇനി ബലാത് പ്രസഹ്യ ഭുക്തം തു ദശപൂർവാൻ ദശ അപരാൻ ഹന്തി. ഇവിടെ ബലാത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ബലാൽക്കാരേണ പ്രസഹ്യ, അവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട്, ബലം കൊണ്ട് പിടിച്ചെടുത്തിട്ട്, ഭുക്തം തു അനുഭവിച്ചാലോ ദശപൂർവാൻ ദശ അപരാൻ ഹന്തി. നമ്മുടെ മുൻ തലമുറകൾക്കും അതിന്റെ പാപം ചേരും, വരുന്ന തലമുറകൾക്ക് 10 തലമുറകൾക്കും ചേരും. എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് പോലും സ്വൈര്യം ഉണ്ടാവില്ല, പിതൃക്കൾക്ക് ഗതി കിട്ടില്ല. കാരണം പിതൃക്കൾക്ക് ഗതി കിട്ടണമെങ്കിൽ സന്തതികൾ ഉണ്ടെങ്കിലല്ലേ ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിതൃകർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കാൻ മക്കളും പരമ്പരകളും ഉണ്ടെങ്കിലേ പൂർവീകർക്കും വേണ്ടത് കിട്ടുള്ളൂ. അപ്പൊ അതിനെ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ്? കുടുംബത്തില് ക്രിയ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാൻ സന്തതികൾ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പൂർവീകരും പട്ടിണിയിലാവും, അല്ലെ? മുമ്പ് മരിച്ചു പോയിട്ടുള്ള 10 തലമുറകളിലുള്ളവർ പട്ടിണിയിലാവും. വരാനിരിക്കുന്ന തലമുറകളും 10 തലമുറകൾ നശിച്ചു പോകും എന്നാണ്. വെച്ചാൽ അതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കാണിച്ച് നമ്മളെ പേടിപ്പിക്കുകയാണ്. നമുക്ക് ആ ഒരു ബോധം വേണം എന്നുള്ളത്. ദശപൂർവം ദശ അപരം ഹന്തി. രാജാനോ രാജലക്ഷ്മ്യാന്താഹ നാത്മപാദം വിചക്ഷത്തെ നിരയം യേ അഭിമന്യന്തെ ബ്രഹ്മസ്വം സാധു ബാലിശാഃ. രാജാനോ രാജലക്ഷ്മ്യാന്താഃ നാത്മപാദം വിചക്ഷത്തെ നിരയം യേ അഭിമന്യന്തെ ബ്രഹ്മസ്വം സാധു ബാലിശാഃ. രാജലക്ഷ്മ്യാ അന്ധാഃ യേ രാജാനഃ ബ്രഹ്മസ്വം സാധു അഭിമന്യന്തെ. രാജലക്ഷ്മ്യാ അന്ധാഃ, രാജ ഐശ്വര്യം കൊണ്ട്, തൻ്റെ പ്രതാപം കൊണ്ട്, ശക്തി കൊണ്ട് ഒക്കെ അന്ധരായിട്ട്, മതാന്തരായിട്ട്, ഗർവിഷ്ഠരായിട്ട്, വിചാരഹീനന്മാരായിട്ട്, യേ രാജാനഃ ബ്രഹ്മസ്വം സാധു ഇതി അഭിമന്യന്തെ. ഏത് രാജാക്കന്മാരാണോ അഹങ്കാരം കൊണ്ട്, വിവേകമില്ലാതെ ബ്രഹ്മസ്വം, ബ്രാഹ്മണരുടെ മുതൽ അപഹരിക്കുന്നത് നല്ലതാണ് എന്ന് കരുതുന്നത്, മന്യതേ സാധു അഭിമന്യന്തേ എന്ന് അഭിമാനിക്കുന്നത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല എന്ന്, ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന്, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന അഹങ്കാരികൾ, അങ്ങനെയുള്ളവർക്ക് തേ ആത്മപാദം വിചക്ഷതേ, അവരുടെ നാശത്തെക്കുറിച്ച് അവർ കാണുന്നില്ല. അവർക്കുണ്ടാകാൻ പോകുന്ന നാശം, ആത്മനാശത്തെ തേന പശ്യന്തി എന്നർത്ഥം. ന വിചക്ഷതേ. ബാലിശാഹ നിരയം അഭിമന്യന്തേ.
അവർ തീർച്ചയായിട്ടും ബാലിശന്മാരാണ്, മൂഢന്മാരാണ്, അവിവേകികളാണ്. അതുകൊണ്ട് നരകത്തെയാണ് അവർ കാംക്ഷിക്കുന്നത്. നരകം കേമമാണ് എന്ന് കരുതുന്ന കൂട്ടരാണ് അവർ. അപ്പൊ അവർക്ക് നരകം തന്നെയാണ് ഗതി. അപ്പൊ അർഹതയില്ലാത്തതായിട്ടുള്ള മുതല് ആരുടേതാണെങ്കിലും നമ്മൾ തട്ടിയെടുത്താൽ, നമ്മൾ അനുഭവിച്ചാൽ അതിൻ്റെ ഫലം നരകമാണ് എന്നർത്ഥം. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളോടും പറയണം. അല്ലെങ്കിൽ നമ്മളും ടെംപ്റ്റഡ് ആവും. എവിടെയെങ്കിലുമൊക്കെ ചാൻസ് കിട്ടിയാൽ, സാരമില്ല, എന്നത് ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ഈശ്വരൻ എനിക്ക് തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കും. നമ്മുടെ പൂർവീകരൊന്നും അങ്ങനെ ന്യായീകരിക്കാൻ സമ്മതിക്കില്ല. വഴിയിൽ നിന്ന് എന്ത് കിട്ടിയാൽ പോലും എടുക്കരുത്. അഥവാ എടുത്താലോ അത് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കണം. ഇത് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരെത്ര വിഷമിക്കുമെന്ന് ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സാധനം വഴിയിൽ നഷ്ടപ്പെട്ടു പോയിട്ട് അവർ പിന്നെ അതിനെ എത്ര തിരയും, എത്ര വിഷമിക്കും. അതെങ്ങനെയുള്ളവരായിരിക്കും? ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവരുടെ ആയിരിക്കും ചിലപ്പോൾ വഴിയിൽ കളഞ്ഞു പോയിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ മനസ്താപം മതി നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാവാൻ. പല രോഗങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അത് മതി എന്ന് നമ്മുടെ പൂർവികരെപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അവർക്ക് ആരുടെയും മുതലിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കൊടുക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂമായിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു. ചിന്തിക്കുക, ആ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ട് സ്വാർത്ഥരായി പിടിച്ചടക്കുന്ന അസുര സ്വഭാവം വർദ്ധിച്ചു വരികയാണ്. സഹോദരങ്ങൾ തമ്മിൽ പോലും ഭയങ്കരമായിട്ടുള്ള മത്സരം. എല്ലാവർക്കും കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉള്ളവരാണ്. 2ഉം 4ഉം വീടുകളുള്ളവരാണ്. ജോലികൾ എല്ലാവർക്കും ഉള്ളവരാണ്. വീടുകളിൽ വരുമാനം ഇഷ്ടം പോലെയുണ്ട്, ദൂർത്ത് ഇഷ്ടം പോലെയുണ്ട്. എന്നാലും മത്സരിക്കും. സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവും. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ അവർക്ക് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുകയാണ് വേണ്ടത്. സന്തോഷപൂർവം എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരോ, വിവാഹം കഴിയാത്തവരോ, സന്തതികളില്ലാത്തവരോ ഒക്കെ ആയിട്ട്, ജോലിയില്ലാത്തവരോ, വരുമാനമില്ലാത്തവരോ, പെൻഷൻ ഇല്ലാത്തവരോ ഒക്കെ ആയിട്ട് നമ്മുടെ കുടുംബത്തിൽ ആൾക്കാരുണ്ടാവും. നമ്മൾക്ക് പല പ്രിവിലേജസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അവരൊന്നുമല്ല പാവങ്ങൾ. അപ്പോൾ അവരെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല എന്ന് മാത്രമല്ല, അവരുടെ തൃപ്തി, അവരുടെ സന്തോഷം, അവരുടെ അനുഗ്രഹം അത് നമുക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ ഉള്ള സൗഭാഗ്യങ്ങൾ ഇനിയും വർദ്ധിപ്പിച്ചു തരും. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളൊക്കെ എത്രയോ ഭേദമാണ്. അവർ ചിന്തിക്കുന്ന കുട്ടികളാണ്. ഈ ഇടയിലുള്ള തലമുറകളാണ് കുറേ മോശം. ഒരു എന്താ പറയുക, 30നും 50നും ഇടയ്ക്കുള്ളതായിട്ടുള്ള തലമുറകളാണ് കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ആധിക്യം കൊണ്ട് ആസുര സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നവരായിട്ടുള്ള തലമുറകൾ. ചിന്തിക്കുക. രാജാനോ രാജലക്ഷ്മ്യാന്ധ നാത്മപാദം വിചക്ഷത്തെ നിരയം യേഭിമന്യന്തേ ബ്രഹ്മസ്വം സാധു ബാലിശാഃ ഗൃഹ്ണന്തി യാവദഃ പാംസൂൻ ക്രന്ദതാം അശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുടുംബിനാം. ഗൃഹ്ണന്തി യാവദഃ പാംസൂൻ ക്രന്ദതാം അശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വദാന്യാനാം കുടുംബിനാം. ഹൃതവൃത്തീനാം ക്രന്ദതാം വദാന്യാനാം കുടുംബിനാം വിപ്രാണാം അശ്രുബിന്ദവഃ യാവദഃ പാംസൂൻ ഗൃഹ്ണന്തി. തുടർച്ചയായിട്ട് അടുത്ത ശ്ലോകത്തിലും കൂടി അതിൻ്റെ
അതെ. രാജാനോ രാജകുല്യാശ്ച താവതോ അബ്ദാൻ നിരങ്കുശാഹ കുംഭീപാകേഷു പച്യന്തേ ബ്രഹ്മദായാപഹാരിണഃ. രാജാനോ രാജകുല്യാശ്ച താവതോ അബ്ദാൻ നിരങ്കുശാഹ കുംഭീപാകേഷു പച്യന്തേ ബ്രഹ്മദായ അപഹാരിണഃ. 2 ശ്ലോകം കൂടി ഒന്നിച്ച് അന്വയിക്കേണ്ടതാണ്. എന്താണ്? ഹൃതവൃത്തീനാം ക്രന്ദതാം വദാന്യാനാം കുടുംബിനാം വിപ്രാണാം അശ്രുബിന്ദവഃ യാവതഃ പാംസൂൻ ഗൃഹ്ണന്തി കോമ താവതഃ അബ്ദാൻ അത്ര വർഷങ്ങളോളം രാജാനഃ രാജകുല്യാശ്ച നിരങ്കുശാഃ കുംഭീപാകേഷു പച്യന്തേ. കാരണം ബ്രഹ്മദായ അപഹാരിണഃ എന്ന് ഒന്നിച്ചന്വയം. അപ്പൊ എന്താണ്? ബ്രാഹ്മണ മുതൽ അപഹരിക്കുന്ന രാജാക്കന്മാർക്കുള്ള വിശേഷവിധി. രാജാക്കന്മാർക്കുള്ള വിശേഷവിധിയാണ്. മറ്റേത് സാമാന്യ വിധി ഇത്രയും നേരം പറഞ്ഞു, എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ഇനി രാജാക്കന്മാരെ പറയണം. ഹൃതവൃത്തീനാം ക്രന്ദതാം വദാന്യാനാം കുടുംബിനാം വിപ്രാണാം. അപ്പൊ വിപ്രന്മാര്, ബ്രാഹ്മണന്മാര്, അവര് ഹൃതവൃത്തികളായിട്ട്, ഹൃതവൃത്തികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെയാക്കുക, അവരുടെ വൃത്തിയെ തന്നെ ഹരിക്കുക, ഉപജീവന മാർഗമില്ലാതെയാക്കുക. ഇന്നത്തെ അല്ലേ നമ്മുടെ കേരളത്തിലേക്ക് ഭരണാധികാരികൾ, തമിഴ്നാട്ടിലെ ഭരണാധികാരികളൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം സംവരണത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഇവർക്കൊന്നും ഇല്ലാതെയാവുകയും ആകെ കൂടി ഉള്ള ജോലി എന്ന് പറയാവുന്നത് വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക, യാഗങ്ങൾ ചെയ്യുക, പൂജകൾ ചെയ്യുക, ക്ഷേത്രങ്ങളിൽ ശാന്തി ചെയ്യുക, കഴകാദികൾ ചെയ്യുക, അല്ലേ? ഇതൊക്കെയാണ് ബ്രാഹ്മണർക്ക് ആകെ അറിയാവുന്ന തൊഴിൽ. അവർക്ക് നല്ലത് എന്ന് തോന്നി ചെയ്യാൻ പറ്റുന്ന തൊഴിൽ. അല്ലാതെ മീൻ വിൽക്കാനും എന്താ പറയുക ചുമട്ട് തൊഴിലാളികളായിട്ടൊന്നും ഇവരെ കൊണ്ട് പോകാൻ പറ്റില്ല. അവർ ശീലിച്ചിട്ടില്ല, അവരുടെ DNA ഇല്ല. അപ്പൊ അവർക്ക് പറ്റുന്ന തൊഴിലേ അവർക്ക് പറ്റുള്ളൂ. പക്ഷെ അതിൽ ആത്മാർത്ഥത വേണം. ഇതിപ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൽ അത് വേണ്ട പോലെ പഠിക്കാനും അത് ആത്മാർത്ഥമായി ചെയ്യാനുള്ളതായിട്ടുള്ള ശ്രദ്ധ അതാരായാലും വേണം, ഏത് തൊഴിലായാലും. അപ്പൊ ആ ഒരു ശ്രദ്ധയോടുകൂടെ ചെയ്യണം. പറഞ്ഞു വന്നത് ഇങ്ങനെ ഉപജീവന മാർഗം നശിപ്പിക്കുക. ആര്? ഭരണാധികാരികൾ. ബ്രാഹ്മണർക്ക് ജീവിക്കാൻ വഴിയില്ലാതാക്കുക. അത് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൃതവൃത്തീനാം ക്രന്ദതാം, അവർ കരയുകയാണ്. ഉപജീവന മാർഗമില്ലാതെ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. ക്രന്ദതാം, കരയുന്നവരും. വദാന്യാനാം, നല്ല ഉദാര മനസ്കരാണ് അവർ, മറ്റുള്ളവർക്ക് എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരാണ്. കുടുംബിനാം, നല്ല കുടുംബമൊക്കെ ഉള്ളവരുമാണ്. കുടുംബമുള്ളപ്പോൾ ബാധ്യതകളില്ലേ? അങ്ങനെയുള്ള വിപ്രാണാം, ആ ബ്രാഹ്മണരുടെ അശ്രുബിന്ദവഃ, കണ്ണുനീർ തുള്ളികൾ യാവതഃ പാംസൂൻ ഗൃഹ്ണന്തി, ഭൂമിയിൽ എത്ര പാംസുക്കളെ അവരുടെ കണ്ണുനീർ തുള്ളികൾ സ്പർശിക്കുന്നുവോ, എന്നുവെച്ചാൽ എത്ര കണ്ണുനീര് അവരുടെ കണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നുവോ, അപ്പൊ എത്ര പൂഴികളെ സ്പർശിക്കുന്നുവോ, ആ പൂഴികളെ എണ്ണാൻ പറ്റുമോ? എത്ര പൂഴിയിലാണോ ഇവരുടെ കണ്ണുനീർ വീണത് അത്രയും കാലം എന്നാണ് പിന്നെ പറയുന്ന അടുത്തത്. താവതഃ അബ്ദാൻ, താവതോ അബ്ദാൻ, അത്രയും സംവത്സരങ്ങൾ ഭൂമിയിൽ എത്ര മൺതരികളിൽ എത്ര പൂഴിയിൽ ബ്രാഹ്മണരുടെ കണ്ണുനീർ സ്പർശമേറ്റുവോ അത്രയും വർഷങ്ങൾ ഈ ബ്രഹ്മദായ അപഹാരിണഃ, ബ്രഹ്മദായം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടത്, ബ്രാഹ്മണരുടെ മുതല് ബ്രഹ്മസ്വം, അതിനെ അപഹരിക്കുന്നവരായിട്ടുള്ള രാജാനഃ, രാജാക്കന്മാരോ, രാജകുല്യാഹ, രാജകുലത്തിൽ ജനിച്ച ക്ഷത്രിയരായിരിക്കുന്നവരോ അവരുടെ ശക്തിയും സ്ഥാനവും ബലവുമെല്ലാം ഉപയോഗിച്ച് പല നിയമങ്ങളും അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ട് ഇതാണിപ്പോഴത്തെ നിയമം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് പിടിച്ചു പറിക്കുന്നതിന് തുല്യമായിട്ട് പലതും ചെയ്യുന്നുണ്ട്. അല്ലേ? നമ്മുടെ കേരള സർക്കാർ ഇനിയും നികുതി കൂട്ടാൻ എന്തൊക്കെയാ വഴി, എവിടെയൊക്കെയാ കൂട്ടുക, ഇനിയും കൂട്ടണം. കാരണം ഞങ്ങൾക്ക് മതിയാവുന്നില്ല ദൂർത്തടിക്കാൻ. ഞങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാവർക്കും ഏതെങ്കിലും തരത്തില് പെൻഷനും ജോലിയും കൊടുക്കാനും
ഞങ്ങൾക്ക് പുതിയ പുതിയ കാറുകൾ വാങ്ങിച്ചിങ്ങനെ ഓടി നടക്കാനും ഞങ്ങൾക്ക് ഭൂമികൾ വാങ്ങിച്ചു കൂട്ടാനും ഞങ്ങളുടെ കൂടെ 2 വർഷം സെക്രട്ടറിമാരായിട്ട് സർവീസ് ചെയ്തവർക്കൊക്കെ ജീവിതം മുഴുവൻ പെൻഷൻ അനുവദിച്ചു കൊടുക്കാനും ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്കൊക്കെ ഏതെങ്കിലും ബോർഡ് മെമ്പറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ഓണററിയും പെൻഷനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും എത്ര ഉണ്ടായാലും പോരാ. അതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മളെയൊക്കെ പിഴിയാം, ഏതൊക്കെ വകുപ്പിലൂടെ ടാക്സ് പിഴിച്ചെടുക്കാം, എല്ലാ കാര്യത്തിലും കേരളത്തിന്റെ അത്ര ടാക്സ് വേറെ ഭാരതത്തിൽ എവിടെയും ഇല്ല. ഏറ്റവും ടാക്സ് കൂടിയ സംസ്ഥാനം കേരളമാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാലും GST വന്നതുകൊണ്ട് കുറെ കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് GSTയിലൂടെ സംസ്ഥാനത്തിന്റെ ടാക്സ് കൂട്ടാനുള്ള പല വിഷയങ്ങളിലും അവകാശത്തെ നിയന്ത്രിച്ചു. നമുക്ക് ദിവസവും വേണ്ട നിത്യോപയോഗ സാധനങ്ങൾക്കൊന്നും കേരള സർക്കാരിന് നേരിട്ട് ടാക്സ് കൂട്ടാൻ പറ്റില്ല. ബാക്കി ഇവർക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ചില അവകാശങ്ങൾ. പെട്രോളിന് ഉള്ള ടാക്സ് കൂട്ടുന്നത് കേന്ദ്രമല്ല, അത് സംസ്ഥാനമാണ്. അത് സംസ്ഥാനത്തിന്റെ ഇതിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള പല ടാക്സുകളും ഇപ്പോൾ ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം, എത്ര പെർസെൻറ്റേജ് അതിലേക്ക് ടാക്സ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് കേരളത്തിൽ അധികമാണ്, മറ്റുള്ളവിടെയൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും കച്ചവടമൊന്നും നടത്തുന്നില്ല, അത്രയും വലിയ ടാക്സാണ്. അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള ടാക്സ് കേരളത്തിൽ ഏറ്റവും കൂടുതലാണ്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുറവാണ്. അതും വാങ്ങിക്കുന്നത് കൊള്ളയാണ്. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഭാരം നോക്കിയിട്ടോ അതിൻ്റെ വലിപ്പം നോക്കിയിട്ടോ ഒന്നുമല്ല പലപ്പോഴും നിശ്ചയിക്കുന്നത്, അതിൻ്റെ വില നോക്കിയിട്ടാണ്. കൂടുതൽ ലക്ഷറി ഉള്ളതായിട്ടുള്ള, കൂടുതൽ വില കൂടിയതായിട്ടുള്ള കാറുകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് 10 13 ഒന്നിച്ച് 15 വർഷത്തേക്കുള്ള, അല്ല വാങ്ങിക്കുമ്പോൾ തന്നെ ഒന്നിച്ചൊരു ടാക്സ്, പർച്ചേസ് സമയത്തുള്ള ടാക്സ്, പിന്നെ റോഡ് ടാക്സ് 15 വർഷത്തേക്ക്. അതും ഏകദേശം ഇതിനനുസരിച്ചാണ്, വണ്ടിയുടെ വിലയ്ക്കനുസരിച്ചാണ് ടാക്സ്. അല്ലാതെ വണ്ടിക്ക് 4 ചക്രയേ ഉള്ളൂ എല്ലാ വണ്ടികളും, അല്ലെ, എല്ലാ കാറുകൾക്കും 4 ചക്രയേ ഉള്ളൂ. 4 ചക്രത്തിൽ ഓടുന്ന വണ്ടികൾ റോഡിലുണ്ടാക്കുന്ന തേയ്മാനമൊക്കെ ഏകദേശം സമം തന്നെയാണ്. പക്ഷേ എങ്ങനെ തങ്ങൾക്ക് കൂടുതൽ ടാക്സ് പിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നല്ലോണം ആലോചിച്ചിട്ടാണ് നല്ലോണം കൊള്ളയടിക്കുന്നത്. രണ്ട് തരത്തിൽ ടാക്സ്, ഇതിന്റെ സെയിൽസ് ടാക്സ് എന്നുള്ള രീതിയിൽ വണ്ടി വാങ്ങിക്കുമ്പോൾ ഒരു ടാക്സ്, റോഡ് ടാക്സ് എന്നുള്ള രീതിയിൽ 15 വർഷത്തേക്കുള്ള ഒരു ടാക്സ്, പിന്നെ പലതും ഇടയ്ക്കിടയ്ക്ക് വരും. ടോള് വേറെ, അല്ലേ, റോഡിലൂടെ ഓടണമെങ്കിൽ ടോൾ ഫീ വേറെ കൊടുക്കണം, പിന്നെ പെട്രോളിൽ വേറെ ടാക്സ് ഉണ്ട്, അത് വേറെ. അപ്പം എല്ലാ തരത്തിലും എങ്ങനെയൊക്കെ പിരിച്ചെടുക്കാൻ പറ്റുമോ കൊള്ളയടിക്കണം. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇനിയും ടാക്സ് കൂട്ടണം എന്ന് പിണറായി എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കടം വാങ്ങിച്ചിട്ടൊക്കെ ഇതായി, ഇനി കടം കിട്ടാതെയായി, ആരും കടം കൊടുക്കുന്നില്ല സംസ്ഥാനത്തിന്, അപ്പം ഇനി നമ്മുടെ കഴുത്തിനൊക്കെ പിടിക്കാം. അപ്പം ഭരിക്കാൻ അറിയില്ല എന്നർത്ഥം. ഭരിക്കാൻ അറിയില്ല എന്നല്ല, അവരുടെ ധൂർത്തും സ്വാർത്ഥതയും കൊണ്ട്, അഴിമതിയും കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. അതെ, കെട്ടിടങ്ങൾ കെട്ടാനായിട്ടുള്ള ലൈസൻസ് ഫീ എല്ലാം ഭയങ്കരമായിട്ട് 50 ഇരട്ടി 100 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിച്ചതുണ്ട്. 5 ഇരട്ടിയും 10 ഇരട്ടിയും അതല്ല, 5% 10% കൂട്ടി എന്നല്ല, കേരളത്തിലെല്ലാം 100% കൂട്ടിയ ടാക്സുകളൊക്കെ ഉണ്ട്. കൊള്ളയാണ് കൊള്ള. കേരളം ജീവിക്കാൻ കൊള്ളാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല.
അപ്പോൾ ഇവിടെ ബ്രഹ്മദായ അപഹാരികൾ, രാജവംശത്തിൽ പിറന്നവർ, താവതഃ അബ്ദാൻ അത്രയും കാലം നിരങ്കുശാഹ കുംഭീപാകേഷു പച്യന്തേ, യാതൊരു തടസ്സവുമില്ലാതെ അവര് കുംഭീപാകങ്ങളിൽ, കുംഭീപാകം എന്നുള്ള നരകത്തിൽ ചെന്ന് പചിക്കപ്പെടും. അവർക്ക് വലിയ നരകങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർ ദുരിതങ്ങളെല്ലാം അനുഭവിക്കും. അപ്പോൾ ജനങ്ങളുടെ പ്രാക്ക്, അതും ബ്രാഹ്മണരുടെ ശാപം, ബ്രാഹ്മണരുടെ വൃത്തിയെ നശിപ്പിച്ചവരെ ജീവിക്കാൻ അനുവദിക്കാതെ, അല്ലേ? എന്താണ് മറ്റേ കുട്ടികളുടെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ സദ്യ കൊടുത്തോണ്ടിരുന്ന പഴയിടം അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചില്ലേ? കഴിഞ്ഞ വർഷം അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പോലെ പ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും ഈ വർഷം അദ്ദേഹത്തെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ബ്രാഹ്മണിക് ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് തൊഴിലില്ലാതാക്കുക. ശരി. രാജാനോ രാജകുല്യാശ്ച താവദോബ്ദാൻ നിരങ്കുശാഃ കുംഭീപാകേഷു പച്യന്തേ ബ്രഹ്മദായാപഹാരിണഃ സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിം ഹരേച്ഛയഃ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ടായാം ജായതേ കൃമിഃ. സ്വദത്താം താൻ നൽകിയതോ, തന്നാൽ നൽകപ്പെട്ടതോ, പരദത്താം വേറൊരാളാൽ കൊടുക്കപ്പെട്ടതോ ആയിട്ടുള്ള ബ്രഹ്മവൃത്തിം, ഒരു ബ്രാഹ്മണന്റെ ഉപജീവന മാർഗം, അതെന്തോ ആവട്ടെ, അയാളുടെ തൊഴിലാവട്ടെ, അയാൾക്ക് ജീവിക്കാനുള്ള ധനമാകട്ടെ, ഭൂമിയാകട്ടെ, എന്താണെങ്കിലും പശുവാകട്ടെ, അതിനെയൊക്കെ യഹ ഹരേത്, ആര് ഹരിച്ചെടുക്കുന്നുവോ, സഹ അവൻ ഷഷ്ടിവർഷസഹസ്രാണി 60,000 വർഷം, ഷഷ്ടി സഹസ്രം വർഷം, 60,000 വർഷം, വിഷ്ടായാം കൃമിഹി ജായതേ, അവൻ മലത്തിൽ കൃമിയായി ജനിക്കും. ഇപ്പൊ മലങ്ങളിൽ അവൻ ജനിച്ച് മരിക്കും. 60,000 വർഷം അവൻ മലത്തിൽ കൃമിയായി കിടക്കും എന്നാണ് പറയുന്നത്. അത്രയും വലിയ പാപമാണ് ബ്രാഹ്മണരുടെ ഉപജീവന മാർഗമായിരിക്കുന്ന ഭൂമിയോ പശുവോ ധനമോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ കൊടുത്തതോ ഒക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നത്. നമേ ബ്രഹ്മധനം ഭൂയാത് യദ്ഗൃദ്വാൽപായുഷോ നരാഃ പരാജിതാശ്ച്യുതാ രാജ്യാത് ഭവന്തി ഉദ്വേജിനോ ഹയഃ. നമേ ബ്രഹ്മധനം ഭൂയാത് യദ്ഗൃദ്വാൽപായുഷോ നരാഃ പരാജിതാശ്ച്യുതാ രാജ്യാത് ഭവന്തി ഉദ്വേജിനോ ഹയഃ. മേ ബ്രഹ്മധനം ന ഭൂയാത്, ഭഗവാൻ തന്നെ പറയണം, എനിക്ക് ബ്രാഹ്മണന്റെ മുതൽ വേണ്ടേ വേണ്ട, എനിക്ക് ഭവിക്കാതിരിക്കട്ടെ. മേ ബ്രഹ്മധനം ന ഭൂയാത്, നമ്മൾ ഓരോരുത്തരും പറയേണ്ട വാക്യങ്ങളാണ്. യത് ഗൃദ്വാ നരാഃ അല്പായുഷഃ ഭവന്തി, ഏതൊന്നിനെ കൊതിച്ചിട്ട്, ബ്രാഹ്മണരുടെ ധനത്തെ അർഹതയില്ലാത്തത് കൊതിച്ചിട്ട്, ഗൃദ്വാ നരഹ അല്പായുഷഃ ഭവന്തി, അല്പായുസുകളായി തീരും, അകാല മൃത്യു സംഭവിക്കും അങ്ങനെയുള്ളവർക്ക്. ബ്രാഹ്മണരുടെ മുതലപഹരിച്ചാൽ രാജ്യാത് ച്യുതാഃ, രാജാക്കന്മാരാണെങ്കിൽ അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോകും, രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടരായിത്തീരും. പരാജിതാഃ, ശത്രുക്കളാൽ പരാജയപ്പെട്ടവനായിത്തീരും. ഉദ്വേജിനഃ അഹയഃ ഭവന്തി, അവൻ പിന്നീട് എന്തായിട്ട് തീരും? മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാക്കുന്ന പാമ്പുകളായിട്ട് ജനിക്കും. വരും ജന്മങ്ങളിൽ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നതായിട്ടുള്ള വിഷപ്പാമ്പുകളായിട്ടായിരിക്കും അവരുടെ അടുത്ത ജന്മങ്ങൾ. ഉരകങ്ങളായി നീച്ച യോനികളിൽ ചെന്ന് ജനിക്കും എന്നർത്ഥം. അപ്പോ ബ്രഹ്മസ്വധനം എനിക്ക് വേണ്ട. യാതൊന്നിനെ കൊതിച്ചാലാണോ അല്പായുസ്സായി ഭവിക്കുന്നു, രാജ്യഭ്രഷ്ടനായി തീരുന്നു, പരാജയപ്പെടുന്നു, അടുത്ത ജന്മത്തിൽ പാമ്പുകളായിട്ട് ജനിക്കുന്നു, വിഷപ്പാമ്പുകളായിട്ട് തീരുന്നു. വിപ്രം കൃതാഗസമപി നൈവ ദൃഹ്യത മാമകാഃ
ഗ്നന്തം ബഹുശപന്തം വാ നമസ്കുരുത നിത്യസഹ വിപ്രം കൃതാഗസമപി നൈവ ദൃഹ്യത മാമകാഃ ഗ്നന്തം ബഹുശപന്തം വാ നമസ്കുരുത നിത്യസഹ. തൻ്റെ മക്കളോട് കൊടുക്കുന്ന ഉപദേശമാണ്. മാമകാഹ, എൻ്റെ മക്കളെ. മാമകാഹ എന്ന് സംബോധനയാണ്. അല്ലയോ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കേൾക്കൂ. കൃതാഗസം അപി ഗ്നന്തം ബഹുശപന്തം വിപ്രം ന ദൃഹ്യതയേവ. കൃതാഗസം അപി, നിങ്ങളുടെ നേരെ എന്തെങ്കിലും അപരാധം ചെയ്തവനാണെങ്കിൽ പോലും, എന്തെങ്കിലും തെറ്റ് ചെയ്തവനാണെങ്കിലും, ഗ്നന്തം, ഇനിയിപ്പോ നിങ്ങളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവനാണെങ്കിലും, ബഹുശപന്തം, നിങ്ങളെ ഒരുപാട് ചീത്ത വിളിക്കുകയോ ശപിക്കുകയോ ഒക്കെ ചെയ്യുന്നവനാണെങ്കിലും, വിപ്രം ന ദൃഹ്യതയേവ, ബ്രാഹ്മണരെ ദ്രോഹിക്കരുത് കേട്ടോ മക്കളെ എന്ന് സ്വന്തം മക്കളോട് പറയണം. അപ്പൊ ബ്രാഹ്മണർ നമ്മളോട് അപരാധം ചെയ്താലും നമ്മളെ ശപിച്ചാലും അവരെ അങ്ങോട്ട് ദ്രോഹിക്കരുത്. അവര് അങ്ങനെ പെരുമാറുന്നതിന് എന്തെങ്കിലും കാരണം കാണും. അത് നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കാനായിട്ടാണ് അവർ നമ്മളെ ചീത്ത പറയണത് എന്ന് കരുതിയാൽ മതി. അതിന് തിരിച്ച് പറഞ്ഞ് നമ്മുടെ പാപത്തെ വർദ്ധിപ്പിക്കാതിരിക്കുക. അവരെ എതിർത്തും അവരെ ഉപദ്രവിച്ചും കൂടുതൽ പാപം ചെയ്യാതിരിക്കുക. അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നറിയില്ല. സാധാരണ ബ്രാഹ്മണര് പരോപകാരികളാണ്, പരോപദ്രവം ചെയ്യാത്തവരാണ്. ഏതെങ്കിലും വികാര വിക്ഷോഭം കൊണ്ട് ഏതെങ്കിലും സന്ദർഭവശാൽ അവരങ്ങനെയൊക്കെ ചെയ്താലും അതിനെ നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. ക്ഷമിക്കേണ്ടതാണ് ശപന്തം. അപ്പോ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആ വിപ്രം ന ദൃഹ്യതയേവ നിത്യശഃ നമസ്കുരുത, എപ്പോഴും അവരോട് ബഹുമാനം പ്രകടിപ്പിക്കൂ, എന്നും നമസ്കരിക്കൂ. അവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അവരുടെ ഉള്ളിലുള്ള താപങ്ങളൊക്കെ ശമിക്കും. അവരെ എല്ലാവരും ബഹുമാനിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ശാന്തി ഉണ്ടാവും. മറ്റത് അവർക്ക് ഭയം ഉണ്ടാവുമ്പോഴാണ് അവർക്ക് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. അവരെ ഭയപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന സാധു പശുക്കൾ പോലും അതിന് ഭയം ഉണ്ടാവുമ്പോഴാണ് അത് ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യൊക്കെ കയറ് പൊട്ടിക്കാനൊക്കെ നിൽക്കുക. അത് പശുവിൻ്റെ കുഴപ്പമല്ല. നമ്മൾ പരിചയമില്ലാത്തവർ അതിനെ ചെന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ എന്തോ പെരുമാറി. അതിനെ നിത്യം പെരുമാറുന്ന ആളുകൾക്കറിയാം അതിനോട് എങ്ങനെ പെരുമാറണമെന്ന്. അവരതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. അപ്പം അതുപോലെയാണ് മനുഷ്യരെല്ലാവരും, പ്രത്യേകിച്ച് സാത്വികന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് അവരോടൊക്കെ ക്ഷമിക്കുക എന്ന്. യഥാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ തഥാ നമത യൂയം ച യോന്യതാ മേ സദണ്ഡഭാക്. യഥാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ തഥാ നമത യൂയം ച യോന്യതാ മേ സദണ്ഡഭാക്. അഹം സമാഹിതഃ വിപ്രാൻ അനുകാലം യഥാ പ്രണമേ. നിങ്ങൾ എന്നെ കണ്ടു പഠിക്കൂ. മാതൃക കാണിച്ചു കൊടുക്കണം ഭഗവാൻ സ്വയം. അഹം, ഞാൻ, സമാഹിത, അടക്കത്തോടെ വിനയാന്വിതനായി ഭക്തിയോടുകൂടെ, വിപ്രാൻ അനുകാലം യഥാ പ്രണമേ, ബ്രാഹ്മണരെ യഥാസമയം ഓരോ സന്ദർഭങ്ങളിലും അവരെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു, പ്രണമിക്കുന്നു. തഥാ യൂയം ച നമത, അപ്രകാരം നിങ്ങളും നമിക്കുവിൻ. ഞാൻ കാണിച്ചു തരുന്നില്ലേ, അതുപോലെ നിങ്ങളും ബ്രാഹ്മണരെ കാണുമ്പോഴെല്ലാം നമസ്കരിക്കുവിൻ. യൂയം ച നമത യഹ അന്യത, ഭഗവാൻ ഭീഷണിപ്പെടുത്തുന്നു മക്കളെ. യഹ അന്യത, ആരെങ്കിലും ഇതിനെ മറിച്ച് പ്രവർത്തിച്ചാൽ, സഹമേ ദണ്ഡഭാക്, അവൻ എന്റെ ദണ്ഡത്തിന് ഭാജനമാകും, എന്റെ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ബ്രാഹ്മണരെ ബഹുമാനിക്കുക. അവർ തന്നെ നമ്മളെ ശാസിച്ചാലും ശപിച്ചാലും ഒക്കെ ക്ഷമിക്കുക, മത്സരിക്കാതിരിക്കുക. ഞാൻ എങ്ങനെ അവരെ ബഹുമാനിച്ച് നമസ്കരിക്കുന്നുവോ അതുപോലെ നിങ്ങളും നമസ്കരിക്കുക. അതല്ലാതെ അന്യത ആരാണോ പ്രവർത്തിക്കുന്നത്, സഹമേ ദണ്ഡഭാക്, എന്റെ ശിക്ഷയ്ക്ക് അവൻ ഭാജനമാകും, പാത്രമാകും. ഏത് രീതിയിലാണ് ഞാൻ ശിക്ഷിക്കുക എന്നറിയില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവത്തിനനുസരിച്ച് ഗൗരവമേറിയ ശിക്ഷ എൻ്റെ കയ്യിൽ നിന്ന് ഏത് രീതിയിൽ വേണമെങ്കിൽ ലഭിക്കും.
ഞാൻ എങ്ങനെയാ ശിക്ഷിക്കുക എന്നൊന്നും പറയുന്നില്ല. ദണ്ഡഭാഗ് എൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും. ബ്രാഹ്മണാർത്തോ ഹി അപഹൃതോ ഹർത്താരം പാദയത്യതഃ അജാനന്ദമഭിഹ്യേനം നൃഗം ബ്രാഹ്മണ ഗൗരിവ. ബ്രാഹ്മണാർത്തോ ഹി അപഹൃതോ ഹർത്താരം പാദയത്യതഃ അജാനന്ദമഭിഹ്യേനം നൃഗം ബ്രാഹ്മണ ഗൗരിവ. ഇപ്പോ നൃഗന്റെ കഥയെ ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നു. കണ്ടില്ലേ നിങ്ങള്? അപഹൃതഃ ബ്രാഹ്മണാർത്ഥഃ. ബ്രാഹ്മണാർത്ഥഃ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ സ്വത്ത്, അർത്ഥം ധനം. അപ്പൊ ബ്രഹ്മസ്വത്തെ അപഹരിക്കപ്പെട്ടപ്പോൾ ഹർത്താരം അധഃപാദയതി, അത് ഹരിച്ചവനെ താഴേക്ക് പതിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു. ഇവിടെ കണ്ടില്ലേ? അജാനന്ദം ഏനം നൃഗം ബ്രാഹ്മണ ഗൗഹു ഇവ. അറിവില്ലാതെയാണ്, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അജാനന്ദം അപി ഏനം നൃഗം. ഈ നൃഗനെ കണ്ടില്ലേ? നൃഗരാജാവിനെ നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തെ ബ്രാഹ്മണ ഗൗഹു, ബ്രാഹ്മണന്റെ പശു എപ്രകാരം അധപ്പതിപ്പിച്ചുവോ. അപ്പോൾ ഒരു ബ്രഹ്മസ്വം ബ്രാഹ്മണന്റെ പശുവിനെ നൃഗരാജാവ് അറിയാതെയാണ് അപഹരിച്ചതെങ്കിലും അയാൾക്ക് എത്ര അധപ്പതനമുണ്ടായി, എത്ര വർഷങ്ങളോളം അദ്ദേഹം തിര്യക്കായി ഓന്തായി കിടന്നു. കണ്ടില്ലേ? നിങ്ങൾ സാക്ഷികളല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഒരിക്കലും ബ്രാഹ്മണ മുതൽ ബ്രഹ്മസ്വം അപഹരിക്കില്ല എന്നുള്ള നിശ്ചയം നിങ്ങൾക്ക് വേണം എന്ന് പറയണം. ഇപ്പൊ നല്ല രീതിയിൽ ഭഗവാൻ തന്റെ സന്തതികളെ ധർമ്മമുള്ളവരാക്കി, ധർമ്മം പ്രവർത്തിക്കുന്നവരാക്കി ചെയ്യുകയാണ്. ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസഃ പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം. ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസഃ പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം. സർവലോകാനാം പാവനഃ ഭഗവാൻ മുകുന്ദഃ. എല്ലാ ലോകങ്ങളെയും പവിത്രീകരിക്കുന്നവനായ ഭഗവാൻ, സർവൈശ്വര്യ പരിപൂർണനായ മോക്ഷദാതാവായ മുകുന്ദൻ. അപ്പൊ ഭഗവാന്റെ ഉപദേശമാണിത് എന്ന് നമ്മൾ അതിനെ ഗൗരവത്തിലെടുക്കാൻ വേണ്ടി അത്രയൊക്കെ പറയുന്നത്. എല്ലാ ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? എല്ലാവരുടെയും മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് ശുദ്ധമായാൽ, അതിൽ കാപട്യമില്ലാതിരുന്നാൽ, കളങ്കമില്ലാതിരുന്നാൽ, കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികൾ ഇല്ലാതിരുന്നാൽ ഈ ലോകം പവിത്രമാകും. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഭഗവാൻ ധർമ്മോപദേശത്തിലൂടെ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു. സർവലോകാനാം പാവനഃ ഭഗവാൻ മുകുന്ദഃ ദ്വാരകൗകസഃ ഏവം വിശ്രാവ്യ. ദ്വാരകാവാസികളെ ഇപ്രകാരം കേൾപ്പിച്ചിട്ട്, നന്നായി കേൾപ്പിച്ചിട്ട്, നിജമന്ദിരം വിവേശ, തന്റെ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു, മടങ്ങിപ്പോയി. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, ലീലയാണ്. ഭഗവാൻ തന്നെയാണ് ഈ കുട്ടികളെ കൊണ്ട് ആ നേരത്ത് കളിപ്പിച്ചതും അവിടെ കൃകലാസത്തെ അവർക്ക് കാണിച്ചു കൊടുത്തതും ഭഗവാനെ അവർ വിളിക്കാനിടയാക്കിയതും ഭഗവാൻ വന്നവർക്ക് സന്ദർഭവശാൽ അതെല്ലാം ഉപദേശമായി കൊടുത്തതും. അത് നമുക്ക് എന്താ പറയുക, വ്യാസഭഗവാനും ശ്രീശുക ബ്രഹ്മർഷിയും മഹാത്മാക്കളെല്ലാം കൂടി നമുക്കിതാ പകർന്നു തന്നിരിക്കുന്നു. ഇത് ബ്രഹ്മസ്വം എന്നുള്ള അതിൽ പരിമിതപ്പെടുത്താതെ എല്ലാവരുടെ മുതലും, ആരുടെ മുതലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പാപമുണ്ട്. ബ്രഹ്മസ്വം അപഹരിക്കുന്നത് മാത്രമല്ല പാപം, ആരുടെ മുതൽ അപഹരിക്കുന്നതും പാപം തന്നെയാണ്. അതിന് ഏതിന് എന്താ പറയുക, ഡോസേജ് കൂടും. ദുഷ്ടന്മാര് ദുർമാർഗത്തിലൂടെ സമ്പാദിച്ച ധനം അപഹരിച്ചാൽ അവർ ഏത് രീതിയിൽ സമ്പാദിച്ചോ അതൊക്കെ നമ്മൾക്കും വന്നു ചേരും. എന്നാൽ ബ്രാഹ്മണര്, സാത്വികന്മാര് ധാർമ്മികമായി സമ്പാദിച്ചതായിട്ടുള്ള ആ മുതലിനെ നമ്മൾ അപഹരിച്ചാലോ അത് വലിയ 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 തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അതിനുള്ളത് കാലാകാലങ്ങൾ നമ്മൾ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് അതിൻ്റെ ആ ഒരു തരതമ ഗ്രേഡുകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബ്രഹ്മസ്വത്തെ ഉയർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ മുതലും അവരവരുടെ സ്വത്ത്, ആ സ്വത്തിനെ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. കസ്യ സ്വിദ്ധനം
മാ ഘൃത ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീതാഹ മാ ഘൃത കസ്യസിദ്ധനം മാ ഘൃത. ആരുടെ ധനത്തെയും ഗതി ചെയ്യാതിരിക്കുക. ഗൃതി എന്ന് പറഞ്ഞാൽ കൊതിക്കുക, ഗ്രീഡ് ഉണ്ടാവുക. അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന മുതല് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ലോഭബുദ്ധി, അതാണ് ഗൃതി, കൊതി. എല്ലാം ഈശ്വരൻ്റേതാണ്. ഇനി ആത്യന്തികമായി നോക്കിയാൽ എല്ലാം അസത്താണ്. ഈ അസത്തായതിനു വേണ്ടി സത്യത്തെ വെടിയരുത്. സത്യം ഈശ്വരന്റെ ഒരു പ്രകടഭാവമാണ്. ഈശ്വരനെ വെടിഞ്ഞ്, സത്യസ്വരൂപനായ ഈശ്വരനെ വെടിഞ്ഞ് അസത്തായിട്ടുള്ള കാര്യങ്ങളെ നേടുന്നതിൽ ഒരർത്ഥവുമില്ല. നശിച്ചു പോകുന്നതാണ് അനിത്യം, അസുഖം ഈ ലോകം. അനിത്യവും അസുഖവുമായ ഈ ലോകത്തിനും ശാശ്വതമല്ലാത്ത ഈ ദേഹത്തിനും വേണ്ടി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരുടെ മുതൽ അപഹരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വ്രതമായി മാറട്ടെ. സത്യം വദ ധർമ്മം ചര. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഈ കഥയിലുണ്ട്. ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത അധ്യായം ബലരാമസ്വാമി ഗോകുലത്തിലേക്കൊന്ന് പോകുന്നു. ഭഗവാൻ കൃഷ്ണൻ പോകുന്നില്ല. ബലരാമസ്വാമിക്കൊരു തോന്നൽ, ഒന്ന് പോയിട്ട് വരാം, തൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോകുലത്തിലേക്ക് പോകുന്നതാണ് 65-ാം അധ്യായം. അത് നമുക്ക് പിന്നീട് കാണാം. വൈകുന്നേരം ഞാനിവിടെ ഉണ്ടെങ്കിൽ നോക്കാം. ചിലപ്പോൾ പുറത്ത് പോകേണ്ടതുണ്ട്. കായേന വാച. അധ്യായ അവസാനം. ഹരി ഓമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നൃഗോപാഖ്യാനം നാമ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിയോം. മറ്റൊന്ന് കാലടിയിൽ നമ്മുടെ മാസം തോറുമുള്ള ഗീതാ ക്ലാസ് ശങ്കരഭാഷ്യത്തോടുകൂടി ഉണ്ട്. എന്താ പറയുക, ശാങ്കരജ്യോതിയിൽ, കാലടിയിൽ ശാങ്കരജ്യോതിയിൽ വെച്ച് ഗീതാഭാഷ്യത്തോടുകൂടിയ ഭഗവത്ഗീത 2-ാം അധ്യായം തന്നെ തുടരുകയാണ്. ആ ഭാഗത്തുള്ളവർ, എറണാകുളം, കാലടി, ആലുവ, അങ്കമാലി, മൂവാറ്റുപുഴ താല്പര്യമുള്ളവരൊക്കെ വരിക. ഹരിയോ. അപ്പം നാളെ വൈകുന്നേരം കാലടിക്ക് പോകും. ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ ഇവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. കുറേ തിരക്കുകളുണ്ട്. നാരായണ. എല്ലാവർക്കും ശുഭദിനം.